ചില ജിന്നുമ്മമാര്, ചില ബീവിമാര് കസേരയിലിരുന്ന് പച്ചക്കുപ്പായമിട്ട് ഇങ്ങനെ ആടിയാടി വർത്തമാനങ്ങൾ പറയുകയാണ്. പെരുന്നാളോട് പറയാ, 2 മക്കളാണില്ലേ, 3 കുട്ടികളാണില്ലേ, ഈ അർത്ഥത്തിലൊക്കെയാണ് വരുമ്പോ തന്നെ ചോദിക്കുന്നത്. അല്ലാന്റെ റസൂലിന്റെ വീട് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാ. ആ വീട്ടിന്റെ മുറ്റത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് മടക്കിയിട്ട് ചോദിക്കുകയാണ്, ആരാണ് താങ്കൾ, എവിടെ നിന്നാണ് വരുന്നത്? മുത്തുനബിയുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ആള് എവിടെ നിന്ന് വന്നതാണെന്ന് അല്ലാന്റെ റസൂലിന് അറിയില്ല. ചോദിക്കുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാണ് നിങ്ങൾ, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ചോദിച്ചറിയുകയാണ്. എന്നാൽ ജിന്നുമ്മമാരും ജിന്നുപ്പമാരും തങ്ങന്മാരും ബീവിമാരും ശൈഖുമാരും ഖോജമാരും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും മറവിയിലൂടെ കോടികൾ ആസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ പറയാ, ഇന്ന സ്ഥലത്ത് നിന്നാ വരുന്നില്ലേ, ഒരു മോൻ ഗൾഫിലാണല്ലേ, ഒരു മോൻ കാനഡയിലാണല്ലേ, ആ ഒരു മോളെ ഉള്ളുവല്ലേ, ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ ചില ചെപ്പടി വിദ്യകൾ ഒരുക്കി ആളുകളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തെ തന്റേതാക്കി മാറ്റാൻ കാണിക്കുന്ന കോപ്രായങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഈ കാഞ്ഞങ്ങാടിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആർജവത്തോടുകൂടി അതേ അള്ളാഹുവിന്റെ ദീൻ വെട്ടി തുറന്നു പറയാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു പറഞ്ഞു, ആലിമുൽ ഗൈബി വശ്ശഹാദ, ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലേ? ആലിമുൽ ഗൈബി വശ്ശഹാദ ഫതആല അമ്മാ യുശ്രികൂൻ. അവർ എന്നിട്ടും അല്ലാഹുവിനെ തൊട്ട് പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ അത്യുന്നതനാണ് എന്ന് അല്ലാഹു തആല അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിചയപ്പെടുത്തുന്നുണ്ട്. എത്ര സ്ഥലങ്ങളിലാ. ഇനിയും ഈ മടിയൻ പ്രദേശത്തുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ കൂടി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഒരു ജൂത കുടുംബത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. ഈ നാട്ടിലെ ഹിന്ദു നിങ്ങളെ ക്ഷണിച്ചാൽ പോകാം ഭക്ഷണം കഴിക്കാൻ, ഈ നാട്ടിലെ ക്രൈസ്തവൻ ക്ഷണിച്ചാൽ പോകാം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാകണമെന്ന് മാത്രം, അറുത്തതാകണം. അള്ളാഹുവിന്റെ പേരിൽ, അള്ളാന്റെ നാമത്തിൽ അറുത്തതാവണം. പടച്ചവന്റെ പേരിലല്ലാതെ അറുത്തതാണെങ്കിൽ നമുക്ക്, അള്ളാന്റെ പേരിലല്ലാതെ അറുത്തതാണെങ്കിൽ നമുക്കത് ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് ഒരാളോടുമുള്ള വെറുപ്പല്ല, അത് നമ്മുടെ ആദർശത്തിന്റെ നിഷ്ഠയാണ്. മലക്ക് പോകാൻ മാലയിട്ട ഒരു ഹൈന്ദവനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചു നോക്കൂ. അവൻ പറയും, എനിക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് വർഗീയതയല്ല, മറിച്ച് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാൻ മലക്ക് പോകാൻ വേണ്ടി മാലയിട്ടവനാണ്. അപ്പോൾ ഹിന്ദുക്കളല്ലാത്ത ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നവൻ തീരുമാനിച്ചത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുത്തത് എനിക്ക് കഴിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല. പിന്നെയോ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്ന മുസൽമാന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സമൂഹം അതിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരു ജൂത കുടുംബം ക്ഷണിക്കുകയാണ്. പ്രവാചകൻ ക്ഷണം സ്വീകരിച്ചു, ജൂത കുടുംബത്തിലേക്ക് പോയി. ഇത് കേട്ടു നിൽക്കുന്ന മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർ പള്ളിയിലെ ഉസ്താദുമാരോടും ഖാലിമാരോടും പോയി ചോദിക്കണം, ഇങ്ങനൊരു കഥയുണ്ടോ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ, മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ജൂത കുടുംബത്തിലേക്ക് ക്ഷണം സ്വീകരിച്ചു പോവുകയാണ്. എന്നിട്ടോ ആ ജൂത കുടുംബത്തിൽ ചെന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. നബി ഒറ്റക്കല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ഒറ്റക്കല്ല, തങ്ങളുടെ കൂടെ സ്വഹാബിയുമുണ്ട്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിയുമുണ്ട്. അവർ രണ്ടുപേരും മുന്നിൽ വെച്ച ഭക്ഷണപാത്രത്തിൽ നല്ല വേവിച്ച ഇറച്ചിയുണ്ട്. ആ ഇറച്ചിയിൽ ജൂത കുടുംബത്തിലെ പെണ്ണ് മുത്തുനബിയെ കൊന്നുകളയാൻ വേണ്ടി, അള്ളാന്റെ റസൂലിനെ കൊന്നുകളയാൻ വേണ്ടി ഇറച്ചിയിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. കേൾക്കണേ, ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം ജിന്നുമ്മയെ കുറിച്ച് പഠിക്കാൻ, ജിന്നുപ്പമാരെ കുറിച്ച് പഠിക്കാൻ, ഹോജമാരെ കുറിച്ച് പഠിക്കാൻ, തട്ടിപ്പ് നടത്തുന്ന ചില ബീവിമാരെ കുറിച്ച് പഠിക്കാൻ. അല്ലാഹുവിന്റെ റസൂല് ജൂത കുടുംബത്തിൽ കയറി ചെന്നിരുന്നു. ആ ഭക്ഷണപാത്രത്തിൽ വെച്ച ഇറച്ചിയിൽ ഈ കുടുംബത്തിലെ ജൂതർ ചില വിഷം കലർത്തിയിട്ടുണ്ട്. ആ ഇറച്ചി വിഷം കലർന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടെയുള്ള സ്വഹാബി ഒരു കഷ്ണം ഇറച്ചി എടുത്തിട്ട് ബിസ്മില്ലാ, അള്ളാന്റെ നാമം ഉച്ചരിച്ചു വായിലിട്ട് സ്വഹാബി ഇങ്ങനെ ചവച്ച് വയറ്റിലേക്ക് ഇറക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കഷ്ണമെടുത്ത് ചവച്ചുകൊണ്ടിരിക്കുകയാണ്.
പറയുകയാണ്, അല്ലാഹ് അറിയിപ്പ് കൊടുത്തു, ഓ നബിയേ, അത് വയറ്റിലേക്ക് ഇറക്കി കളയരുത്, തുപ്പണം. അതെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിപ്പ് കൊടുത്തു. പ്രവാചകൻ തുപ്പിക്കളഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. നിൽക്കട്ടെ, മാസമേതാകട്ടെ, ദിവസമേതാകട്ടെ, മരണത്തോടടുത്ത സമയത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഷോൾഡറിലേക്ക് ചെരിഞ്ഞു കിടന്ന് മരണവേദന കൊണ്ട് മടിത്തട്ടിലേക്ക് കുർന്നിറങ്ങി രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഉന്നതനായ കൂട്ടുകാരനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കാല് ചുരുട്ടുന്നു, കാലു നിവർത്തുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീർ കുതുകുതുക്കുന്ന തുരുതുര ഒഴുകുകയാണ്. അവിടുത്തെ നെറ്റിത്തടം ഉയർത്തു കുളിക്കുകയാണ്. യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, എന്തൊരു വേദനയാണ് ആയിഷ മരണത്തിന് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തങ്ങളാണ് വിയർത്തു കുളിക്കുന്നത്, കാല് നിവർത്തുന്നത്, ചുരുട്ടുന്നത്, വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. അപ്പോഴും പറഞ്ഞു, അന്ന് ജൂത കുടുംബത്തിൽ നിന്ന് ഇറച്ചിയിൽ വിഷം കലർത്തി തന്നതിന്റെ വേദന എന്റെ തൊണ്ടയിൽ കളിക്കുന്നു ആയിഷ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്റെ ചോദ്യം അതൊന്നുമല്ല. ആ വീട്ടിൽ ചെന്നിരുന്ന് അള്ളാന്റെ റസൂല് ഈ ഇറച്ചി തിന്നാൻ വേണ്ടി വായിലേക്ക് എടുത്തിടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയില്ല ഈ ഇറച്ചിയിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന്. 100 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന കഥ പറയുകയല്ല, തന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച പാത്രത്തിലെ ഇറച്ചിയിൽ വിഷമുണ്ടെന്ന് പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് അറിയിപ്പ് കൊടുക്കുന്നത് വരെ പറയാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ ഉസ്താദുമാരോട്, ഇവിടുത്തെ ഖാദിമാരോട്, ഇവിടുത്തെ പണ്ഡിതന്മാരോട്, പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് നയിക്കാനാണ് എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കുന്നവരോട്, അല്ലേ, കെട്ടുകഥ പാടിക്കൊടുക്കുന്നവരോട്, മാലപ്പാട്ടുകളും കിളിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും പാടി സമൂഹത്തെ ഖുർആനിൽ നകറ്റുന്നവരോട്, 22, 33, 44, 55, 66, 77, 88, 99, 111, 122 ഒക്കെയായി വകകൾ 222, 333 വകകളായി റോഡ് സൈഡുകളിൽ ആരൊക്കെയോ കെട്ടിയുണ്ടാക്കിയ കിതാബുകൾ കാണിച്ച് ആ പക്ഷിപ്പാട്ടിലേക്കും ഈ കിളിപ്പാട്ടിലേക്കും ഈ കെട്ടുകഥയിലേക്കും സമൂഹത്തെ ക്ഷണിക്കുന്നവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറച്ചിയിൽ വിഷമുണ്ടെന്നറിഞ്ഞിട്ടും സ്വഹാബി മരിക്കുന്നത് വരെ മിണ്ടാതിരുന്നതാണോ? ആണോ? ഇറച്ചിയിൽ വിഷമുണ്ടെന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബി മരിക്കുന്നത് വരെ മിണ്ടാതിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി വരി വരിയായി കടന്നു പോകുന്ന വഴിയിൽ തീ കത്തിച്ചപ്പോ എന്ത് ചെയ്തു നിങ്ങൾ സഹാബ? ഉറുമ്പുകൾ പോകുന്ന വഴിയാണിത്, ഇവിടെയാണോ നിങ്ങൾ തീയിട്ടതെന്ന് ചോദിച്ച് കണ്ണീരോടുകൂടി അവിടുന്ന് തീ അണക്കാൻ പറഞ്ഞ ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിന്റെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ നിറകുടമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി മരണപ്പെടുന്നത് വരെ ഇറച്ചിയിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുമോ? അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷിയുടെ കുഞ്ഞിനെ സമ്മാനമായി മുത്തുനബിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തള്ളപ്പക്ഷിയിലേക്ക്, അമ്മ കിളിയിലേക്ക്, അമ്മ പക്ഷിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സമ്മാനം കൊടുത്ത ആളോട് പറഞ്ഞു, ആ തള്ളപ്പക്ഷിയുടെ വേദന കണ്ടോ? ചെറുകെട്ടടിക്ക് വാവിട്ട് കരയുന്നത് കണ്ടോ? തിരിച്ചു കൊടുക്കൂ, ആ പക്ഷിക്കുഞ്ഞിനെ അമ്മയ്ക്ക് കൂട്ടിലേക്ക് തിരിച്ചു വെക്കൂ എന്ന് പറഞ്ഞ ആർദ്രതയുടെ, അനുകമ്പയുടെ ഈ പ്രവാചകൻ ഒരു സഹാബി മരിച്ചു വീടുന്നത് വരെ ഈ ഇറച്ചിയിൽ വിഷമുണ്ടെന്ന് പറയാതെ മിണ്ടാതിരിക്കുമോ? ഇവിടുത്തെ ഉസ്താദുമാരോട് സാധാരണക്കാർ ചോദിക്കണം. അല്ല, അറിഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് വരെ, അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് വരെ അറിഞ്ഞിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഈ ഭൂമിയിൽ ആകാശങ്ങളിൽ ഗൈബ് എന്ന് പറയുന്ന, അദൃശ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിങ്ങൾ ഇന്ന് ആരാധ്യന്മാരായി കാണുന്ന പലരുമില്ലേ? ഏർവാടിയിലെ, നാഗൂരിലെ, അജ്മീറിലെ, മുത്തുപേട്ടയിലെ, അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഭീമാ ഉമ്മാച്ച മുതൽ തൊട്ടുപുറത്ത് കിടക്കുന്ന കടുവാപ്പള്ളി മുതൽ ഇങ്ങേ കബർത്തോട്ടം വരെ നീണ്ടു കിടക്കുന്ന കാസർഗോഡിന്റെ, കേരളത്തിന്റെ ഈ മാപ്പ് എടുത്ത് ഏറ്റവും വലിയ ഹൈവേയിൽ മാത്രം സഞ്ചരിച്ചാൽ നൂറുകണക്കിന് കാണുന്ന കെട്ടിപ്പൊക്കിയ ജാറങ്ങളില്ലേ? ആ ജാറങ്ങളിൽ കിടക്കുന്ന ഹോജമാരും ബീബിമാരുമില്ലേ? അവരെ കുറിച്ചൊന്ന് ആലോചിക്കാൻ ഖുർആൻ പറയുകയാണ്, അവര് പോലും അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് എന്നറിയാത്തവരാണ്. അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലും ഈ കബറിൽ കിടക്കുന്നവർക്കറിയില്ല ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് എന്ന്. എന്നിട്ടാണോ പ്രിയപ്പെട്ടവരെ റബ്ബിനെ വിട്ടുകൊണ്ട് ഇവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന കൃത്യമായ ചോദ്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നത്.
എന്നിട്ടാണോ പിന്നെ ജിന്നുമ്മ? എന്നിട്ടാണോ ജിന്നുപ്പാപ്പമാര്? അവരുടെ കൂടെ പോകാൻ ആളുകള്, അവരുടെ കൂടെ മാറി താമസിക്കാൻ ആളുകള് അല്ലേ? തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകൾ എത്രയെത്ര പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പാത്രത്തിൽ നിങ്ങളുടെ മാലയിടൂ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ നിങ്ങൾ കേട്ടില്ലേ, വായിച്ചില്ലേ വാർത്തകളൊക്കെ? നിങ്ങളുടെ മാലയൊന്ന് പൂജയുണ്ട്, ഈ പാത്രത്തിലിടണം, എന്നിട്ട് പാത്രം അടച്ചു വെക്കണം. ചില ചെപ്പടി വിദ്യകളും മാജിക്കും പഠിച്ച ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ, ബീവിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ. എന്നിട്ട് മാലയിടുന്നു, അടച്ചു വെക്കാൻ പറയുന്നു. സൂറത്ത് യാസീൻ ഓതിയിട്ടേ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് മൂപ്പർക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തണം. മനസ്സിലായോ? തുറന്നു നോക്കുമ്പോ മുക്കുബണ്ഡമാണ് ഈ പാത്രത്തിൽ കിടക്കുന്നത്. ഒറിജിനൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര കേട്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്ത, ബുദ്ധിയിലും യുക്തിയിലും ആലോചനയിലും മുന്നിൽ നിൽക്കേണ്ട മുസ്ലിം ഉമ്മത്ത് എന്ന് 200-ലധികം സ്ഥലത്ത് ഖുർആൻ ചോദിച്ചു. ആകാശലോകങ്ങളെ കുറിച്ച് പറയുമ്പോ, അച്ചുതണ്ടിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് പറയുമ്പോ, ഓർത്തിരുമ്പുന്ന തിരമാലകൾ, ആഞ്ഞടിക്കുന്ന കടലുകളെ കുറിച്ച് പറയുമ്പോ, ആകാശത്തിന്റെ വിഹായസിൽ വാരി വിതറിയ മിന്നാമിനുങ്ങളെ പോലെ വെട്ടിത്തിളങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോ, ഓർബിറ്റുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോളമണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോ, അത്ഭുതകരമായ തേനീച്ചയെ കുറിച്ച് പറയുമ്പോ, ഈച്ചയെ കുറിച്ച് പറയുമ്പോ, ഇല്ലേ ചിന്തിക്കാനും ആലോചിക്കാനും പറഞ്ഞ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോ, മരുഭൂമിയുടെ മണലിലൂടെ കടന്നു പോകേണ്ട ഒട്ടകത്തിന്റെ കാലിന്റെയും കണ്ണിന്റെയും പൂഞ്ഞയുടെയും വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതയും കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ പറയുന്ന ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നിമിത്തമാകുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പരിശുദ്ധ ഖുർആൻ, അതിന്റെ അനുയായികളായ മുസ്ലിങ്ങളെ, നമ്മുടെ തലച്ചോറ് ഒരാളുടെ മുമ്പിലും പണയം വെക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട് വിഡ്ഢിത്തങ്ങളിലും അബദ്ധങ്ങളിലും ചാടിക്കൊണ്ടേയിരിക്കുന്ന ഈ കാഴ്ചകൾ എന്തുകൊണ്ടാണ്? ജിന്നുമ്മമാര് പറയുന്നു ചില പൂജയുണ്ട്, ചില കർമ്മങ്ങളുണ്ട്, വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോ ഒറ്റക്കാക്കി പോകാൻ എന്തുകൊണ്ടാണ് മനുഷ്യരെ 30-40 വയസ്സ് മാത്രം പ്രായമുള്ള ഇതുപോലെയുള്ള ബീവിമാർ ചില വീടുകളിലേക്ക് കയറി വന്ന് വീട്ടുടമ ഒറ്റക്കാവണമെന്ന് പറയുമ്പോ, അവിടുത്തെ ഭാര്യയില്ലേ, അവിടുത്തെ മക്കളില്ലേ, അവിടുത്തെ ബന്ധുക്കളില്ലേ, എല്ലാവരും വിശ്വാസത്തിന്റെ പേരിലാണ് മാറിക്കൊടുക്കുന്നത്. അതെ, ആത്മീയ ചൂഷണത്തിന്റെ പേരിലാണ് മാറിക്കൊടുക്കുന്നത്, ആത്മീയ തട്ടിപ്പിന്റെ പേരിലാണ് മാറിക്കൊടുക്കുന്നത്. ഈ മാറിക്കൊടുക്കലുകൾ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ജിന്നുമ്മമാരെ ഏറെ കൊണ്ടുവരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ആലോചിക്കാൻ പറയുന്ന ഒരു മതത്തിന്റെ അനുയായികൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോകുന്നുവെന്ന് ഗൗരവത്തോടു കൂടി ആലോചിക്കണം. ഒരു ജ്യോത്സ്യനെയോ, ഒരു കണക്കുനോട്ടക്കാരനെയോ, ഒരു സിദ്ധനെയോ, ഇതുപോലെ തട്ടിപ്പ് വീരന്മാരെയോ ചെന്ന് കണ്ട് അവർ പറയുന്നത് വിശ്വസിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ അർത്ഥത്തിൽ നിങ്ങൾ അവരെ ചെന്ന് കണ്ട് അവരോടൊരു കാര്യം ചോദിച്ചു, ഫസ്അലഹു അൻ ഷൈഇൻ, ഒരു കാര്യത്തെ പറ്റി അവരോട് ചോദിച്ചു, ഫസ്വദ്ദഖഹു, അവർ പറയുന്നത് സത്യപ്പെടുത്തി, അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ, കഫറ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറി എന്നാണ് ആര് പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നിട്ടും ഈ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അത് പറയുമ്പോ ഇല്ലേ ഇത്ര ഈ അർത്ഥത്തിലുള്ള ഔലിയാക്കന്മാരില്ലേ? ഉണ്ട്. കറാമത്തില്ലേ? ഉണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ് ഈ കറാമത്ത്. നമ്മളതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ കറാമത്ത് അതിന്റെ കച്ചവടമില്ല, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് ആവർത്തിക്കപ്പെടണമെന്നില്ല. അവർക്ക് പോലും അറിയില്ല ഇതെനിക്ക് റബ്ബ് നൽകിയ ഒരു കറാമത്താണെന്ന് അവർക്ക് പോലും അറിയില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, മറിയം കണ്ട അത്ഭുതകരമായ കറാമത്ത് അത് നേർക്ക് നേരെ കണ്ടവർ മറിയം ബീബിയോട് ചോദിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. മറിയം ബീബിയോട് ഇല്ല പ്രിയപ്പെട്ടവരെ തേടിയിട്ടില്ല. ചിന്തിക്കണേ, ആലോചിക്കണേ എന്ന് മാത്രം പറയുകയാണ്. ഈ മഹാരഥന്മാരായി അറിയപ്പെടുന്ന, മഹത്തുക്കളായി അറിയപ്പെടുന്ന, വലിയ വലിയ ഹോജമാരായി അറിയപ്പെടുന്ന ആളുകളുടെ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പരിസരത്തൊക്കെ ഉണ്ടാവാറില്ലേ ഉറൂസുകളും നേർച്ചകളും ഒക്കെ? അതിന്റെ ഇസ്ലാമികമായ വശം നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറയുകയില്ല. കൃത്യമായി ഇബ്നു ഹജറുൽ ഹൈതമി കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഖബറിൽ കിടക്കുന്ന
ഒരാളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, ഖബറാളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നേർച്ച നിങ്ങൾ ചെയ്താൽ, ഇത് പറയുമ്പോ ഇസ്ലാമിൽ നേർച്ചയില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഉണ്ട് നേർച്ച. നിങ്ങൾ നോമ്പ് നിൽക്കാൻ നേർച്ചയാക്കിക്കോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ലക്ഷങ്ങളോ കോടികളോ കൊടുക്കാൻ നേർച്ചയാക്കിക്കോ, ഉണ്ട്. നേർച്ചയാക്കിയാൽ കൊടുക്കണം. ഒരു ആടിനെ അറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നേർച്ചയാക്കിക്കോ, നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാകണം, അവന്റെ പേരിൽ അറുത്തതാകണം. ഏതെങ്കിലും ഖബറിൽ കിടക്കുന്നവന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടോ തഖറുബ്, നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ദോഷികളാണ്, നമ്മളൊക്കെ എത്രയോ ദൂരെ നിൽക്കേണ്ടവരാണ്, ഇവർ അള്ളാഹുമായി അടുത്തവരാണ്, അതുകൊണ്ട് ഇവന്റെ തഖറുബ് പ്രതീക്ഷിച്ച് ഒരു നേർച്ച ഖബറിലുള്ളവനെ പ്രതീക്ഷിച്ചു ചെയ്താൽ അതിന്റെ വിധി എന്താണ്? ഞാനല്ല പറയുന്നത്. ഈ മടിയൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകളായിരിക്കും കൂടുതൽ, സമസ്തക്കാരാണ് കൂടുതൽ. അതിൽ മഹാഭൂരിപക്ഷം ഷാഫി മദ്ഹബിന്റെ ആളുകളാ. ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, വഇൻ ഖുസിദ ബിഹാദൻ നദിരി, ഇങ്ങനെ ഒരു നേർച്ച കൊണ്ട് ഒരാൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ, എന്ത് അത്തഖറബ്, ഒരു സാമീപ്യം, ഒരു പൊരുത്തം ലക്ഷ്യം വെക്കുകയാണ്. ആരുടെ സാമീപ്യമാണ് ലക്ഷ്യം വെച്ചത്? ലിമൻ ഫിൽ ഖബറിൽ കിടക്കുന്നവന്റെ തഖറുബ്, സാമീപ്യം, പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നേർച്ചയാക്കിയാൽ അവന്റെ നേർച്ച ബാത്തിലാണ്. എന്നിട്ട് പറയാ, ലിഅന്ന തഖറുബ, തീർച്ചയായും ഈ പൊരുത്തം എന്നത് ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. ലാ ഇലാ ഖൽഖിഹി, ഒരു സൃഷ്ടിയിലേക്കും തഖറുബ് പ്രതീക്ഷിക്കരുത്. ആരാ പറഞ്ഞത്? ഇബ്നു ഹജറുൽ ഹൈതമിയാണ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ അഗ്രഗണ്യ പണ്ഡിതനാണ്. ഫതാവയിൽ കുബറയിലാണ് പറഞ്ഞത്, 4-ാം വാള്യത്തിലാണ് പറഞ്ഞത്, 286-ാമത്തെ പേജിലാണ് പറയുന്നത്. എന്താ ഒന്നുകൂടി പറയാം. വഇൻ ഖുസിദ ബിഹാദൻ നദിരി, ഒരു നേർച്ച കൊണ്ടൊരാൾ ലക്ഷ്യം വെക്കുന്നത് അത്തഖറബ്, ഒരു പൊരുത്തമാണ്, സാമീപ്യമാണ്. ലിമൻ ഫിൽ ഖബരി, ഖബറിൽ കിടക്കുന്നവന്റെ പൊരുത്തമോ ഖബറിൽ കിടക്കുന്നവന്റെ സാമീപ്യമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നേർച്ചയാക്കിയാൽ അവന്റെ നേർച്ച ബാത്തിലാണ്. ലിഅന്ന തഖറബ, തീർച്ചയായും തഖറബ് എന്നത്, സാമീപ്യം എന്നത്, ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല ലാ ഇലാ ഖൽഖിഹി, ഒരു സൃഷ്ടിയിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി റബ്ബിന്റെ കൂലി ആഗ്രഹിക്കാതെ ഒരാൾ ഒരു മൃഗത്തെ അറുത്തു കൊടുത്താൽ, ബദരീങ്ങളുടെ പേരിൽ അറുത്തു കൊടുത്താൽ, ഉഹുദീങ്ങളുടെ പേരിൽ അറുത്തു കൊടുത്താൽ, മുഹ്ദി ഷേഖിന്റെ പേരിൽ അറുത്തു കൊടുത്താൽ, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, റബ്ബിന് വേണ്ടിയല്ലാതെ, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ ഒരാൾ ഒരു ബലികർമ്മം നടത്തിയാൽ ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നത്. എത്ര ക്ലിയർ ആണ്. സെൽഫികൾ നിങ്ങളുടെ മുമ്പിൽ വെറുതെ പറയുകയല്ല, നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കെട്ടുകഥ പറയുകയല്ല, കൃത്യമായി നിങ്ങൾ കേൾക്കണം. ഇനിയും കേട്ടോളൂ. ഇമാം നബവി പറയുകയാണ്, വിശദീകരിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിക്കാതെ ഒരു അറിവ് നടന്നാൽ ഫൽ മുറാദു ബിഹി, അല്ലാഹുവിന്റെ പേരിലല്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ ഫൽ മുറാദു ബിഹി, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? അൻ യദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല, അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ്. ബദരീങ്ങളുടെ പേരിൽ അറുക്കുക, മുഹ്ദി ഷേഖിന്റെ പേരിൽ അറുക്കുക, അങ്ങനെ ഒരു അറബി ഇസ്ലാമിലില്ല. ഇനിയും കേട്ടോ, ഇമാം നബവി ആരാ? 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ സമസ്തയിൽപ്പെട്ടവരെ, AP വിഭാഗത്തിൽപ്പെട്ടവരെ, EK വിഭാഗത്തിൽപ്പെട്ടവരെ, സംസ്ഥാന വിഭാഗത്തിൽപ്പെട്ടവരെ, ത്വരീഖത്ത് വിഭാഗങ്ങളിൽപ്പെട്ടവരെ, ആരിലുമാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഇമാം നബവി നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനല്ലേ? 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന അഗ്രഗണ്യനായ ഒരു ഇമാമല്ലേ? ആ ഇമാമാണ് പറയുന്നത്, ഇനി ഒരാൾ അറുക്കുകയാണ്, അറുത്തവനെ പോലെ, ലിസ്വനമി അബിസ്വലീബി, കുരിശിന് വേണ്ടി അറുത്തവനെ പോലെ, ബിംബങ്ങളെയോ പ്രതിഷ്ഠകളെയോ ലക്ഷ്യം വെച്ച് അറുത്തവനെ പോലെ, ഔലി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുടെ പേരിൽ അറുത്തവൻ, ഔലി ഈസാ, ഈസാ നബിയുടെ പേരിൽ അറുത്തവൻ, ഔലിൽ കഅബ, കഅബയുടെ പേരിൽ അറുത്തവൻ, വനഹ്വി ദാലിക്, അതുപോലെ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ, കഅബയുടെ പേരിൽ അറുത്താലും, മൂസാ നബിയുടെ പേരിൽ അറുത്താലും, ഈസാ
ഈസാ നബിയുടെ പേരിൽ അറുത്താലും കുരിശിന്റെ പേരിൽ അറുത്താലും ബിംബത്തിന്റെ പേരിൽ അറുത്താലും ഫകുല്ലു ഹാദാ ഹറാം, എല്ലാം ഹറാമാണ്. വലാ തഹില്ലു ആദിഹി ദബീഹ, ഇങ്ങനെ ഒരു അറബ് സ്വഹീഹാവുകയില്ല, അനുവദനീയമല്ല. സവാഉൻ കാന അദ്ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയ, അറുത്തത് മുസ്ലിമാകാം, അറുത്തത് ക്രിസ്ത്യാനിയാവാം, എന്നാലും ആ അറിവ് സ്വഹീഹാവുകയില്ല. നസ്സ അലൈഹി ശാഫിഈ, ഇത് ഷാഫി ഇമാം വ്യക്തമായി പറഞ്ഞതാണ്. വത്തഫഖ അലൈഹി അസ്ഹാബുനാ, ഇമാം ഷാഫിയുടെ കൂടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും യോജിച്ചതാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞതാണ്. എന്നിട്ടാ ഇവിടെ ബദരീങ്ങളുടെ പേരിൽ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഷെയ്ഖിന്റെയും ബീവിന്റെയും പേരിൽ അറിവ് ഉറൂസ് എന്താ ഇമാം നബവി പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഖബറിലുള്ളവന്റെ പേരിൽ അല്ല, റബ്ബല്ലാത്ത ഒരാളുടെ പേരിലുള്ളവന്റെ പേരിൽ ഒരു അറിവ് നടത്തിയാൽ അതിന്റെ ലക്ഷ്യം ആരാപ്പ ഓല പേരിൽ അറുക്കുന്നത്? അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ് ലക്ഷ്യം. അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ്. ഏതുപോലെ കുരിശിന്റെ പേരിൽ അറുത്താലും ബിംബത്തിന്റെ പേരിൽ അറുത്താലും നബിയുടെ പേരിൽ അറുത്താലും മുസാ നബിയുടെ പേരിൽ അറുത്താലും ഈസാ നബിയുടെ പേരിൽ അറുത്താലും കഅബയുടെ പേരിൽ അറുത്താലും അതുപോലെയുള്ള എന്തിന്റെ പേരിൽ അറുത്താലും എല്ലാം നിഷിദ്ധമാണ്. ഈ അറിവ് ഒരിക്കലും അനുവദിക്കപ്പെട്ട അറിവല്ല. അറുത്തത് മുസ്ലിമാകട്ടെ, അറുത്തത് ക്രിസ്ത്യാനിയാകട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആശങ്കകൾക്കിടമില്ലാത്ത വിധം വ്യക്തമായി പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ആ വിഷയത്തോട് യോജിച്ചതാണ് എന്ന് ആരാ പറയുന്നത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ടെന്തേ, എത്ര അറിവുകളാണ്, എത്ര നേർച്ചകളാണ്, പെരുന്നാളിന് പോലും മറുക്കാത്ത പോത്തുകളാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ ഷെയ്ഖുമാരുടെയും ബീവിമാരുടെയും പേരിൽ അറുത്തു തീർക്കുന്നത് അല്ലേ? അന്ന് പെരുന്നാളിനേക്കാൾ വലിയ ഉത്സവമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷങ്ങളാണ്. ഇനിയും കേട്ടോ നിങ്ങൾ, ഇബ്നു അജറുൽ ഹൈതമി തന്നെ പറയുന്നു, ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ലൗ ദബഹ മുസ്ലിമുൻ, ഒരു മുസ്ലിം ഒരു അറിവ് നടത്തുകയാണെങ്കിൽ, ദബീഹതൻ, ഒരു അറിവ് ഒരു മുസ്ലിം നടത്തുകയാണ്, എന്നിട്ട് വഖസദ, ആ മുസ്ലിം ലക്ഷ്യം വെച്ചു, ബിദബ്ഹിഹാ, ആ അറിവ് കൊണ്ട് മുസ്ലിം ലക്ഷ്യം വെച്ചത്, അതഖറബ ബിഹാ, അതുകൊണ്ട് ഒരു സാമീപ്യം, ഒരു പൊരുത്തം ഒരു മുസ്ലിം ലക്ഷ്യം വെച്ചു, ഇലാ ഗൈരില്ലാ, അല്ലാഹുവല്ലാത്തവരിലേക്ക് ഒരു സാമീപ്യം, ഒരു തഖറബ്, ഇവരുടെ പൊരുത്തം കിട്ടാനാ, ഇവരുടെ സാമീപ്യം കിട്ടാനാ, നമ്മളൊക്കെ ദോഷികളാ, നമ്മളൊക്കെ പാപികളാ, ഇവരുടെ പൊരുത്തം കിട്ടാനാ, ഇവരുടെ അടുപ്പം കിട്ടാനാ, അള്ളാഹുലേക്ക് അടുപ്പിക്കാനാ എന്ന പേരും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ അറിവ് നടത്തിയാൽ ഇബ്നു ഹജർ ലൈതമി പറയാ, സ്വാറ മുർത്തദൻ, അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ്. വദബിഹതുഹു ദബിഹതു മുർത്തദിൻ, മുർത്തദിന്റെ അറിവ് പോലെ അറിവാണ് അവന്റെ അറിവ്. ഇത്ര സ്ട്രോങ്ങിലാണ് ഇബ്നു ഹജർ ലൈതമി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അസ്സവാജിർ തുറന്നു നോക്കൂ നിങ്ങൾ. ഇതൊന്നും സെലഫികൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് വെറുതെ ഒരു വീമ്പ് വർത്തമാനം പറയുകയല്ല, എന്തെങ്കിലും പൊള്ളത്തരം വിളിച്ചു പറയുകയല്ല. റബ്ബിന്റെ പേരിലല്ലാതെ അറുത്താൽ അവൻ മതത്തിൽ നിന്ന് ബദഭ്രഷ്ടനായവനാണ്, മതത്തിൽ നിന്ന് പുറത്തുപോയവനാണ് എന്നുവരെ ആരാ? ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ്. എന്നിട്ടും ഇതുപോലെയുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാ പറഞ്ഞത്? ഖുർആനിലുണ്ടോ? ഇല്ല. എവിടെ പറഞ്ഞത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മുസ്നദിലുണ്ടോ? എവിടെയാണുള്ളത്? ഏത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാണ് റബ്ബിന്റെ പേരിലല്ലാതെ നേർച്ചകളും വെടിപാടുകളും അറിവുകളും ഈ അർത്ഥത്തിലുള്ള ഈ ഏർപ്പാടുകളും നടത്താൻ ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം രേഖ കൊടുക്കുന്നത്? എവിടെ? ഞങ്ങൾ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടാനില്ല. അതുകൊണ്ട് മുസ്ലിം ലോകത്തോട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ഇത്തിക്കണ്ണികളാണ്. ഇത് ഇസ്ലാമിന്റെ മറവിൽ ആളുകൾ ചൂഷണത്തിന് വേണ്ടി ഒരുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖബറിലും ഈ ജിന്നുമമാരിലും നിങ്ങൾ ചെന്നു കയറിയാൽ
ഖബറുമായി ബന്ധപ്പെട്ടവരും ഈ ജ്യോത്സ്യന്മാരും ഈ സിദ്ധന്മാരും ഒക്കെ കൊടുക്കുന്നത് പലതരത്തിലുള്ള തട്ടിപ്പിന്റെയും ചില കുതന്ത്രങ്ങളാണ്. നൂലൂതി കെട്ടിക്കൊടുക്കുന്നവരുണ്ട്, ഏലസ് കൊടുക്കുന്നവരുണ്ട്, കുപ്പിയിലിടാൻ പറയുന്നവരുണ്ട്, വീടിന്റെ കോർണറിൽ കുഴിച്ചിടാൻ പറയുന്നവരുണ്ട്, കോഴിമുട്ടയിൽ വലതും വരച്ചു കൊടുക്കുന്നവരുണ്ട്, അല്ലെ പേപ്പറിൽ പല അറബി അക്ഷരങ്ങൾ തലകുത്തനെ എഴുതി അത് തലയുടെ ചുവട്ടിൽ വെച്ച് കടന്നുറങ്ങാൻ പറയുന്നവരുണ്ട്. പലതുമുണ്ട്. പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത പല ചികിത്സാ മുറകളും ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും മാറാപ്പ് പേറി ഈ സമൂഹത്തെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അത് സമൂഹത്തിന്റെ മുമ്പിൽ, പബ്ലിക്കിന് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത വിധം നാണം കെടുത്തി കളയുന്നതാണ്. അല്ലേ? ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ്. ഇത് പറയുമ്പോൾ ആളുകൾക്ക് വെറുപ്പ് തോന്നുകയാണ്. ഇത് പറയാതെ ഇവിടുത്തെ സമസ്തയുടെ പള്ളിയിൽ ഞങ്ങൾക്ക് വന്ന് പറയാൻ അവസരമുണ്ടാകുമോ? നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ. അതുകൊണ്ട് ഈ രാജ്യം അനുവദിക്കുന്ന ജനാധിപത്യ അവകാശം, ഒരു പൗരന്റെ അവകാശം, അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് പെർമിഷൻ വാങ്ങി പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്നു, ഇത് ശരിയല്ല മുസ്ലിങ്ങളെ, ഇത് ശരിയല്ല മുസ്ലിങ്ങളെ എന്ന് ജനാധിപത്യ അവകാശം വെച്ചുകൊണ്ട് പറയുന്നു. ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുണ്ടോ? സമൂഹത്തിന്റെ മുമ്പിൽ പെർമിഷൻ എടുത്ത് ഉറക്കെ പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ വീണ്ടും വരും, നിങ്ങൾ പറയുന്നതിൽ പൊള്ളത്തരമുണ്ടെങ്കിൽ തിരുത്താൻ. അതാണ് ഇവിടുത്തെ ജനാധിപത്യ സംസ്കാരം. അല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ? എന്തിനാണ് ഇത്ര ശക്തമായി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്? ഈ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഈ സമൂഹം രക്ഷപ്പെട്ടാലേ ഈ മുസ്ലിം ഉമ്മത്തിന് ഐസ്സത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ആകാശലോകത്തിന്റെ അന്തകടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുസ്ലിം ഉമ്മത്ത് അടുക്കുന്നതിന് പകരം, അവനെ ഭയപ്പെടുന്നതിന് പകരം, ഈ നാട്ടിൽ ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ അള്ളാഹുവാണ് സത്യം, നീ ചെയ്തിട്ടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ പറയും, വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. എന്നാ നടക്ക് ജിന്നുമ്മാന്റെ മുമ്പെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ചെയ്തവളാണെങ്കിൽ മുട്ടുവിറക്കുകയാണ്. ഇന്ന കബറിന്റെ മുമ്പിൽ വെച്ച് പറയണമെന്ന് പറഞ്ഞാൽ ചെയ്തവളാണെങ്കിൽ മുട്ടുവിറക്കുകയാണ്, ചെയ്തവനാണെങ്കിൽ മുട്ടുവിറക്കുകയാണ്, പേടിക്കുകയാണ്. അപ്പൊ ആരെയാണ് മുസ്ലിം ഉമ്മത്ത് ഭയപ്പെടുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ, നിനക്ക് ജീവൻ നൽകിയ, തെറിച്ചു വീടുന്ന ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് അമ്മയുടെ അണ്ടവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ 3 ഇരുട്ടറയാകുന്ന ഗർഭപാത്രത്തിന്റെ 3ാമത്തെ ഇരുട്ടറയിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയെ പോലെയുള്ള ഒന്നിനെ ഈ കാണുന്ന സൗന്ദര്യ ഭംഗിയും ആഹാരവും നൽകി വളർത്തിക്കൊണ്ടുവന്ന, നിന്റെ ജീവിത സമയം നിശ്ചയിച്ച, നിന്നെ മരിപ്പിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ, ഇരുട്ടും വെളിച്ചവും അറിയുന്ന അതേ പ്രിയപ്പെട്ടവരെ, ഒരു കടുകുമണിയെ കറുത്ത പാറക്കൂട്ടങ്ങളിലേക്ക് ആയിരക്കണക്കിന് കഷ്ടങ്ങളാക്കാൻ പറ്റുമോ? മൈന്യൂട്ട് കഷ്ടങ്ങളാക്കാൻ പറ്റുമോ? കഷ്ടങ്ങളാക്കി എറിഞ്ഞാൽ കറുത്ത കരിമ്പാറക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന, കറുത്ത കൊച്ചു ഉറുമ്പിന്റെ കാലടിപ്പാട് പോലും കറുത്ത പാറക്കൂട്ടങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, ഉറക്കവും മയക്കവും ക്ഷീണവും തളർച്ചയും ഇല്ലാത്ത, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ അവരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് പറയുമ്പോ എന്താ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ പ്രയാസം? അവനെയാണ് ഭയപ്പെടേണ്ടത്. അവനാ നമുക്ക് ജീവൻ നൽകിയത്, അവനാ നമുക്ക് വെളിച്ചം നൽകിയത്, അവനാ നമ്മെ നിലനിർത്തുന്നത്. ഈ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും വാരിയൽ എന്ന് പറയുന്ന കൂടാരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ഖൽബ് എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥന. അവനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്, അവനെ ഭയപ്പെടണമെന്നാണ് പറയുന്നത്. രോഗം തന്നത് അവനാണ്. നിന്നെ പരീക്ഷിക്കാനാ നിന്റെ കുട്ടിക്ക് അംഗവൈകല്യം കൊടുത്തത്, നിന്നെ പരീക്ഷിക്കാൻ റബ്ബ് നിശ്ചയിച്ചതാ. അല്ലേ? ഇവിടെ കോടീശ്വരന്മാരെ വെച്ചത് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടേണ്ടി വരുന്നവനെ പ്രിയപ്പെട്ടവരെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ധന്യമാക്കാനാണ് ഒരു മുസൽമാൻ തയ്യാറാകേണ്ടത്. എന്നിട്ടൊരു രോഗം വരുമ്പോ ഒരു നൂലിൽ അഭയം തേടുകയാണ്, ഒരു ഏലസിൽ അഭയം തേടുകയാണ്, ജിന്നുമ്മയുടെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതുപോലെയുള്ള ബീവിമാരുടെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവരിൽ ചെന്ന് അഭയം തേടുകയാണ്. അള്ളാഹു നമ്മെ പരീക്ഷിക്കുമ്പോ ആ പരീക്ഷണത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോകുന്നു. ഒരു നൂല് ശരീരത്തിൽ, ഈ നൂല് ഒരു വിശ്വാസത്തോടു കൂടി കെട്ടിയാൽ നമ്മുടെ വിശ്വാസത്തെ തകർത്തുകളയും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റക. ഒരാൾ ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് പഠിപ്പിച്ചതാരാ? അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഒരു സംഭവം നിങ്ങൾ ഹദീസിൽ നിന്ന് കേട്ടോളൂ. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു ദഖല അലാ മരീൽ.
യഊദു ഫലമസ അളദഹു ഫഇദാ ഫീഹി ഖൈതുൻ. ഒരു രോഗിയുടെ അടുക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സഹാബി ചെല്ലുകയാണ്. ആ രോഗിയുടെ ഇങ്ങനെ കൈത്തണ്ടയിൽ ഇങ്ങനെ തടവി കൊടുക്കുക. തടവിയപ്പോൾ ഒരു നൂല് തടഞ്ഞു. ശരിക്ക് കേൾക്കണേ, ശരിക്ക് ശ്രദ്ധിക്കണേ. പല സ്ഥലത്തും ചെന്ന് ജാറത്തിൽ ചെന്ന് ബീവിമാരെ സമീപിച്ച്, ഹോജമാരെ സമീപിച്ച്, സിദ്ധന്മാരെ സമീപിച്ച് ഉറുക്കും ഏലസുമൊക്കെയായി കടന്നു വരുന്നവർ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇത് സലഫികളുടെ വർത്തമാനമല്ല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട സഹാബികൾ, സഹാബികളെ കണ്ട താബീങ്ങൾ, താബീങ്ങളെ കണ്ട തബഅ താബീങ്ങൾ, മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ കൈമാറി കൈമാറി തന്ന ആദർശത്തിന്റെ, നിഷ്കളങ്കമായ ആദർശത്തിന്റെ, തെളിച്ചമുള്ള ആദർശത്തിന്റെ മുഖമുദ്രയാണ് നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു പറയാ, രോഗിയെ ചെന്ന് കണ്ടോ, രോഗിയുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ തടവിയപ്പോ ഒരു നൂല് തടഞ്ഞു. ഉടനെ ഹുദൈഫ റളിയല്ലാഹു ചോദിച്ചു, ഫഖാല മഹാദാ, എന്താണ്? ഈ രോഗിയോട് ചോദിച്ചത് എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല ശൈഉൻ റുഖിയ ലീ ഫീഹി, ഇതെനിക്ക് മന്ത്രിച്ചു കെട്ടിയതാണ്, മന്ത്രിച്ചു കെട്ടിയതാണ് എന്ന് ഈ രോഗി പറഞ്ഞപ്പോ ഹുദൈഫ എന്ന് പറയുന്ന മഹാനായ സഹാബി എന്താ ചെയ്തത്? ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞാണോ? ആണോ? അംഗീകരിച്ചു കൊടുത്തതാണോ? മൗനം പാലിച്ചു പോന്നോ? ഇല്ല. പിന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, ആ നൂല് ഈ രോഗത്തിന് വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞ് ഈ നൂലങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോളൂ. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക, ഇത് കെട്ടിയവനായി നീ മരിക്കുകയാണെങ്കിൽ മാ സല്ലൈതു അലൈക, നിന്റെ മയ്യത്ത് നമസ്കാരം പോലും ഞാൻ നിർവഹിക്കുകയില്ല. ഉണ്ടോ ഇങ്ങനെ കിതാബിൽ? പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. കാഞ്ഞങ്ങാടിന്റെ മടിയൻ പ്രദേശത്ത് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഈ സമൂഹത്തെ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഖാദിമാരോട്, പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, ഉണ്ടോ ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഈ അർത്ഥത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു രോഗം വന്ന റബ്ബ് തന്നതാ, ചികിത്സിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. അതിന് ഏലസും കെട്ടിയിരിക്കലല്ല, അതിന് നൂലും കെട്ടിയിരിക്കലല്ല, അതിന് മുറ്റത്ത് കുപ്പിയിൽ ഏലസും തകിടും വെച്ച് കുടിച്ചിടലല്ല, ഏതെങ്കിലും ചിന്നുമ്മമാരെയും ഉപ്പാപ്പമാരെയും ബീവിമാരെയും പോയി കണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചികിത്സാ മുറകൾ ചെയ്യലല്ല. പടച്ചവൻ പറഞ്ഞു, രോഗം തന്നത് അവനാണ്, ചികിത്സയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് നടത്തുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, വേണ്ട ചികിത്സാ മുറകൾ ചെയ്യുക. ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പരിശോധിക്കണം. എന്നിട്ട് പണ്ഡിതന്മാരോട് ചോദിക്കണം. അവർ പറയട്ടെ സമൂഹത്തോട്, ഇങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. ഞങ്ങൾ വെറുതെ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മടിയൻ പ്രദേശത്തെ സൊസൈറ്റിയോട്, സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ പറയുന്നത് പ്രമാണത്തിൽ നിന്നാണ്, ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്, ഞങ്ങൾ പറയുന്നത് ഖുർആനിന്റെ വചനമാണ്, ഞങ്ങൾ പറയുന്നത് ഹദീസിന്റെ വാക്കുകളാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ചത് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞ ഇബാറത്തുകളാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്കൊരു ലാഭവുമില്ല. മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റത്തു നിന്ന്, അതേ കേരളം അവസാനിക്കുന്ന ഇടക്കര പ്രദേശത്തു നിന്ന് കിലോമീറ്ററുകളോളം താണ്ടി ഏകദേശം 250-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ കാഞ്ഞങ്ങാടിന്റെ മടിയൻ പ്രദേശത്ത് വന്ന് നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് വമ്പ് വർത്തമാനങ്ങളും ബഡായി വർത്തമാനങ്ങളും പറയാനല്ല, അള്ളാഹുവിന്റെ ദീനാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, സത്യസന്ധമാണ് എന്ന് ഉറപ്പുള്ളതാണ് പറയുന്നത്. മനുഷ്യരെന്ന നിലക്ക് വാക്കുകളിൽ തെറ്റുണ്ടാകാം, വാക്കുകളിൽ അബദ്ധമുണ്ടാകാം, വാക്കുകൾ പിഴച്ചൊന്നു വരാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ഞങ്ങൾ കളവ് പറയില്ല, അള്ളാഹുവിന്റെ ഖുർആനിനെ ഞങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യില്ല, ചരിത്രത്തെ ഞങ്ങൾ വളച്ചൊടിക്കില്ല. സത്യസന്ധമായി അള്ളാഹുവിന്റെ ദീന് സമൂഹത്തിന്റെ മുമ്പാകെ കേൾപ്പിക്കാനാണ് ഞങ്ങളുടെ ശ്രമമെന്ന് ഈ സമൂഹത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർത്ഥത്തിൽ ഏലസും നൂലും ഈ പറയുന്ന തകിടുമൊക്കെ കിട്ടുന്നത് എവിടുന്നാ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി നമ്മളെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിച്ചു, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ബിമാ യഖൂലു ഫസദ്ദഖഹു ബിമാ യഖൂലു, അദ്ദേഹം പറയുന്നത് സത്യപ്പെടുത്തിയാൽ പരിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു കണക്ക് നോട്ടക്കാരനെ പോയി കണ്ട് ഫസദ്ദഖഹു, അയാൾ പറയുന്ന സത്യപ്പെടുത്തിയാൽ ലം തുഖ്ബൽ ലഹു സലാത്തു 40 ലൈല,
അവന്റെ നമസ്കാരം 40 ദിവസത്തെ നമസ്കാരം പോലും സ്വീകരിക്കാതെ പോകുമെന്ന് പറയുന്ന ഹദീസുകൾ കാണാം. എന്നിട്ടാണ് സിദ്ധന്മാരെയും ജ്യോത്സ്യന്മാരെയും ഈ അർത്ഥത്തിലുള്ള ബീവിമാരെയും തേടി മുസ്ലിം ഉമ്മത്ത് പ്രിയപ്പെട്ടവരെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അറിയുന്ന റബ്ബിൽ പിന്നെ നമുക്ക് എന്ത് വിശ്വാസമാണുള്ളത്? മലന്ന് കിടക്കാൻ മാത്രം അറിഞ്ഞ നമ്മളെ കമഴ്ത്തി കിടത്തിയവൻ, എഴുന്നേറ്റിരിക്കാൻ പഠിപ്പിച്ചവൻ, നിൽക്കാനും നടക്കാനും ഓടാനും ചാടാനും പഠിപ്പിച്ചവൻ അല്ലേ? ഈ ശരീരത്തെ 4 മാസം ഗർഭപാത്രത്തിൽ കിടക്കവേ റൂഹ് നൽകി നമ്മെ വളർത്തിക്കൊണ്ടുവന്നവൻ, ഉമ്മ കടിക്കുന്ന ഭക്ഷണത്തിന്റെ വിറ്റാമിനുകൾ നമുക്ക് തരാൻ കേബിൾ വയറിട്ടുകൊണ്ട് ഉമ്മ കടിച്ച ഭക്ഷണത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ഒരു വയർ കണക്ഷൻ നൽകിക്കൊണ്ട് നമ്മെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ സംരക്ഷിച്ചു വന്നവൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. ആ റബ്ബിനെ വിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സെറ്റികളെ തേടി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നേരത്തെ ഇവിടെ മുനീർ ഷറഫി ഓതിയിട്ടുണ്ടാവാം, ഒരടിമക്ക് അല്ല പോരെ, ഒരു അടിമക്ക് അള്ളാഹു പോരെ എന്നുള്ള ഖുർആനിൽ ചോദിക്കുമ്പോ ഞാൻ ആയത്തിലേക്കും ആവർത്തനത്തിലേക്ക് കിടക്കുന്നില്ല. പോരാ, ഞങ്ങൾക്ക് പല ബീവിമാരും വേണമെന്ന് പറയുന്നവർ ഇസ്ലാമിൽ ഏത് വിശ്വാസത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഔലിയാക്കന്മാരെ ആദരിക്കണം, അമ്പിയാക്കന്മാരെ ആദരിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം, തർക്കമേയില്ല. നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എത്ര സമയം കിട്ടുന്നുവോ അത്ര സമയം നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം, അതിലൊന്നും തർക്കമില്ല. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകൾ ധാരാളമായി ചൊല്ലണം. ഞങ്ങളും ധാരാളമായി ദിക്ർ ചൊല്ലുന്നവരാണ്, ഞങ്ങളും ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ സ്വലാത്ത് ആരും കേൾക്കാറില്ല. ഒരു സ്വലാത്തിന്റെ സമ്മേളനം ഞങ്ങൾ നടത്താറില്ല, സ്വലാത്തിന്റെ വാർഷികം ഞങ്ങൾ നടത്താറില്ല, അള്ളാന്റെ റസൂല് നടത്തി കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞതോ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാ. അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തുകളും മുത്തുനബിയുടെ മേൽ അതേ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. പക്ഷെ നബി പഠിപ്പിക്കാത്ത, സഹാബത്തിനറിയാത്ത, ആരോ കെട്ടിയുണ്ടാക്കിയ നാരിയ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലാറില്ല. തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖലാ ബിഹിൽ ഹവായിജ് എന്ന് പറയുന്ന നാരിയ സ്വലാത്ത് ഒരൊറ്റ സഹാബിക്കും അറിയില്ല. ചോദിച്ചു നോക്ക് നിങ്ങൾ പണ്ഡിതന്മാരോട്. ഈ പരിസരത്തുള്ള പള്ളിയിൽ പോയി ഈ ശബ്ദം കേൾക്കുന്ന ഒരാളൊന്ന് ചോദിച്ചു നോക്ക്, നമ്മൾ ചൊല്ലുന്ന നാരിയ സ്വലാത്ത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാ? ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിലുമില്ല. ഏത് സഹാബിക്ക് ആ സ്വലാത്ത് അറിയാ? ഒരു സഹാബിക്കും അറിയില്ല. ഏത് താബീഇന് അറിയാ? ഒരു താബീഇനും അറിയില്ല. ഏത് മദ്ഹബിന്റെ ഇമാമിന് അറിയാ? ഒരു മദ്ഹബിന്റെ ഇമാമിനും അറിയില്ല. അപ്പൊ പിന്നെ എന്ത് മനസ്സിലായി? അന്നൊന്നും ഇല്ലാത്ത ഒരു സ്വലാത്താണത്. അതുകൊണ്ട് സ്വലാത്ത് നല്ല പദങ്ങൾ, നബിയെ പുകഴ്ത്തി പറയാം, നബിയെ മദ്ഹ് ചെയ്ത് പറയാം, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഏത് പദമാകാം, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ അറിയൂ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സ്വലാത്ത്, ഇത് ദീനിൽ പ്രത്യേകം ചൊല്ലൽ സുന്നത്താന്നും പറഞ്ഞ് ഒരു സ്വലാത്ത് ഒരാൾ കെട്ടിയുണ്ടാക്കുമ്പോ അർത്ഥവും തെറ്റായി വരുമ്പോ അത് ദീനിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളോട് പറയണം, ഇത് നമ്മൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന്. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് താജുസ് സ്വലാത്ത് ചൊല്ലിപ്പിക്കുമ്പോ പറയണം, ഇത് സഹാബികളാരും ചൊല്ലിയിട്ടില്ല, താബീങ്ങളാരും ചൊല്ലിയിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളാരും ചൊല്ലിയിട്ടില്ല, പിന്നെ ആരോ കെട്ടിയുണ്ടാക്കിയ താജുസ് സ്വലാത്താണ് എന്ന് പറയണം. പല ദിക്റുകളും മന്ത്രങ്ങളും പഠിപ്പിക്കുമ്പോൾ പറയണം, ഇത് മുൻഗാമികൾക്കറിയാത്തതാണ്, നമ്മുടെ ഖാദിമാരും ഉസ്താദുമാരും കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ സമൂഹത്തോട്, അതാ ഞങ്ങൾ ചൊല്ലുന്നത് എന്ന്. അല്ലാതെ പാപങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ സഹാബികൾക്ക് അറിയുന്നതാണ്, ഇത് താബീങ്ങൾക്ക് അറിയുന്നതാണ്, ഇത് മുൻഗാമികളായ ആളുകൾ ചെയ്തു വരുന്നതാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതാ ഞങ്ങൾ തിരുത്തുന്നത്. സ്വലാത്തുണ്ട്, നേർച്ചയുണ്ട്, വഴിപാടുകളുണ്ട്, അർച്ചനകളുണ്ട്. പക്ഷേ തെറ്റായതിലേക്ക് കൊണ്ടുപോകരുത്, തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകരുത്, ദീനിനെ വളച്ചൊടിക്കരുത് എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശകുനം നോക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? ഇന്ന് നല്ല ദിവസം, അങ്ങനെയല്ല. അല്ല പഠിപ്പിച്ചോ, അല്ലാന്റെ റസൂല് പഠിപ്പിച്ചോ? പവിത്രമായ മാസം എന്ന് പറഞ്ഞ മാസങ്ങളില്ലേ? ഉണ്ട്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ മാസത്തിൽ ഇത്ര റക്അത്ത് നിസ്കാരം സ്പെഷ്യൽ ഉണ്ട് പറയണമെങ്കിൽ തെളിവ് പറഞ്ഞ് ഞാൻ കിടക്കുന്നില്ല അങ്ങോട്ട്. ഇന്ന സമയത്ത് പ്രത്യേക നോമ്പുണ്ട് എന്ന് പറയണമെങ്കിൽ മെഹറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് സാധാരണ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പിനേക്കാൾ, വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പിനേക്കാൾ, അറബി മാസം 13, 14, 15 നോമ്പിനേക്കാൾ
ഇത് ഹദീസിൽ വന്നതാ, ഇത് സ്വഹീഹായി പഠിപ്പിച്ചതാ. ഈ എത്ര നോമ്പെടുക്കും ഈ കാഞ്ഞങ്ങാടിലെ മടിയൻ പ്രദേശത്തെ മുസ്ലിങ്ങളെ? നിങ്ങൾക്ക് എത്ര തിങ്കളാഴ്ച നോമ്പെടുക്കാറുണ്ട്? നിങ്ങൾ ഉസ്താദുമാർ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി പറയാറുണ്ട്? ഉണ്ടോ? പറയാറില്ല. ഇല്ലാത്ത നോമ്പ് കത്ത് കൊടുത്തു വിടും വീട്ടിലേക്ക്. എല്ലാരും നോമ്പെടുക്കണം അല്ലേ? അതൊരാഘോഷമാണ്, അതൊരാവേശമാണ്. ആവേശവും ആഘോഷവുമല്ല ഇസ്ലാം, ആദർശമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇല്ലാത്തത് ചെയ്യിപ്പിക്കാൻ പിശാചുക്കൾക്ക് ഇഷ്ടമായിരിക്കും, പിശാചിന്റെ പ്രേരണയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയങ്ങളെ നിങ്ങൾ കാണേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറിൽ കിടക്കുന്നവരോ മഹത്തുക്കളോ മഹാരഥന്മാരോ ആയ ആളുകളുടെ പേരിൽ സത്യം ചെയ്ത് പറയാൻ പോലും പാടില്ല ഇസ്ലാമിൽ. അതാ ദീന്. കഅബയുടെ പേരിൽ സത്യം ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു ഒരാൾ പറയുന്നത് കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾ. ഒരാള് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, സമിഅ റജുലൻ യഖൂലു, അതേ ഒരു മനുഷ്യൻ പറയുന്നതായി. ഇബ്നു ഉമർ മഹാനായ പണ്ഡിതനാണ്, മഹാനായ സഹാബിയാണ്, മുത്തബിഉ സുന്നയാണ്. ആ മഹാരഥനായ ഈ സഹാബിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ കഅബയെ വിളിച്ച് സത്യം ചെയ്തപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുകയാണ്, ലാ തുഹ്ലിഫ്, ലാ തഹ്ലിഫ്, നീ ഒരിക്കലും സത്യം ചെയ്യരുത്. ബിഗൈരില്ല, അല്ലാഹുവിന്റെ പേരിലല്ലാതെ നീ സത്യം ചെയ്യരുത്. എന്താ പറഞ്ഞത്? നീ സത്യം ചെയ്ത് പറയല്ലേ. ലാ തഹ്ലിഫ് ബിഗൈരില്ല, നീ അല്ലാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്ത് പറയരുത്. ഫഇന്നി സമിഅതു, നിശ്ചയമായും ഞാൻ കേട്ടിട്ടുണ്ട്, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, യഖൂലു, ആ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മൻ ഹലഫ ബിഗൈരില്ല, അല്ലാഹുവിന്റെ പേരിലല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ അശ്റക, അവൻ കുഫർ ചെയ്തവനും അവൻ ശിർക്ക് ചെയ്തവനുമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ട്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ നേർക്കുനേരെ കണ്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ദീന്. ഒരു ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ഇസ്ലാമിൽ യോജിക്കാത്തതാണെങ്കിൽ അരുത് എന്ന് പറയാനും ശരിയല്ലെന്ന് പറയാനും ആർജവം കാണിക്കുക എന്നതാണ്. ഇനി ഖബറിലേക്ക് നിങ്ങൾ തിരിഞ്ഞോ? ഖബർ സിയാറത്തുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഖബർ സിയാറത്തുണ്ട്. ഈ പരിസരത്ത് ഖബർസ്ഥാൻ ഉണ്ടോ? പോയിട്ട് നിങ്ങൾക്ക് സലാം പറയാം ഖബറാളികളോട്. ഖബർ സിയാറത്ത് ചെയ്യണമെന്നതാണ് സലഫികൾ പറയുന്നത്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു. 2 ലക്ഷങ്ങളും പറഞ്ഞു തന്നു. ഈ പ്രദേശത്തുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഖബർ സിയാറത്ത് എന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഒന്ന്, ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. മറ്റൊന്ന്, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. ഈ നാട്ടിന്റെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ ചെന്ന് ഖബർ ഇങ്ങനെ നേർക്കുനേരെ കാണുമ്പോ, പ്രച്ചവനെ, ഇതുപോലെ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ ഇങ്ങനെ നിഗളിപ്പിന്റെ വർത്തമാനങ്ങളും പറഞ്ഞ് നമസ്കാരം ഉപേക്ഷിച്ച് വിനോദങ്ങളിലും ആ ആർഭാടങ്ങളിലും ആനന്ദങ്ങളിലുമൊക്കെയായി ജീവിച്ചു പോകേണ്ടവനല്ലല്ലോ. ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടവനാണ്. എന്റെ ബിസിനസ് എന്നും ഉണ്ടാവില്ലല്ലോ, എന്റെ ആരോഗ്യമെന്നും ഉണ്ടാവില്ലല്ലോ, എന്റെ പണസമ്പാദ്യങ്ങൾ എന്നും ഉണ്ടാവില്ലല്ലോ. ഈ 6 അടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ എന്ന ബോധം, പ്രിയപ്പെട്ടവരെ, ഖബറിങ്ങനെ സന്ദർശിക്കുമ്പോൾ വരും. മരണബോധം ഉണ്ടാകും. നാളെ പരലോകത്ത് ഒറ്റക്ക് ചെന്ന് നിൽക്കണം. ഈ ഖബറിൽ വലിയ വീട്ടിൽ, കൊട്ടാരം പോലെയുള്ള വീട്ടിൽ കിടന്നവനാണ് ഞാൻ. പക്ഷേ ഈ 6 അടി മണ്ണിൽ ഞാൻ ചെരിഞ്ഞു കിടക്കണം. മലന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത, കമയിന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ 6 അടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ. ഈ ബോധം നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടും. അതിനാ സിയാറത്ത് പറഞ്ഞത്, ഉറൂസല്ല പറഞ്ഞത്, ഖബർ സിയാറത്താണ് പറഞ്ഞത്. ഈ മടിയൻ പ്രദേശത്ത് ഉറൂസ് ഉണ്ടാവാറില്ലേ? ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ യുവാക്കളോട്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ഉസ്താദുമാരോട്. നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ല പണ്ഡിതന്മാരെ, നിങ്ങൾ ആദരിച്ചോളൂ അവരെ, ബഹുമാനിച്ചോളൂ അവരെ. നിങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരല്ലേ, ആദരവോടുകൂടി ചോദിക്ക്. ഇങ്ങനെ ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഉറൂസ് നടത്താൻ ഇസ്ലാമിൽ എവിടെയാണ് രേഖയുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കിടക്കുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ്. അല്ലേ? തർക്കമില്ലല്ലോ മുസ്ലിം ലോകത്ത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി വഫാത്തായതിനു ശേഷം പട്ടിണിയിലായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറയുക, ഞാൻ നബിയുടെ ഭാര്യയെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഭാര്യ പട്ടിണിയിലാണെന്നറിഞ്ഞു. നമ്മുടെ ഉമ്മ, മുസ്ലിം ലോകത്തിന്റെ ഉമ്മമാരാണവർ.
ആ ഉമ്മയിൽപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, മറ്റുള്ള ഭാര്യമാർ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പട്ടിണിയിലാണ്. എവിടെയാണ് ആയിഷ ഉമ്മ ഉള്ളത്? മുത്തുനബിയുടെ ഖബറിന് ചാരത്ത്. ശ്രദ്ധിക്കണേ, ഏത് റൂമിലാണ് നബി ഉള്ളത്? നബിയുടെ വഫാത്തായതിനു ശേഷം നബിയുടെ ഖബറടക്കം ചെയ്തിട്ടുള്ളത് എവിടെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിൽ അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിക്കുന്ന റൂമിന്റെ ഉള്ളിലാണ് മുത്തുനബിയാകുന്ന തങ്ങളുടെ ആ പ്രിയപ്പെട്ടവരെ ജനാസയുള്ളത്, ഖബറുള്ളത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പട്ടിണിയാണ്. മുത്തുനബിയുടെ പേരും പറഞ്ഞ് ആരെങ്കിലും അവിടെ ഒരു ചന്ദന തിരി കത്തിച്ചോ? ആരെങ്കിലും ഒരു മെഴുക് തിരി കത്തിച്ചോ? അവിടെ പച്ചപ്പുതപ്പിട്ട് മൂടാൻ വന്നോ? ആരെങ്കിലും ഏതെങ്കിലും റിയാലോ ദിർഹമോ എറിയാൻ വന്നോ? പിന്നെ എങ്ങനെ ആയിഷ ഉമ്മ പട്ടിണി കിടന്നത്? എങ്ങനെ പട്ടിണി കിടന്നത്? ഊരുമറിയില്ല, പേരറിയില്ല, നാടറിയില്ല. മയ്യത്ത് കടലിൽ നിന്ന് കിട്ടിയത് പോലും അല്ലേ? കഴിഞ്ഞ മാസം ഞങ്ങൾ ദ്വീപിൽ ചെന്ന് പ്രസംഗിച്ചപ്പോ ബഹുമാനായ ഹുസൈൻ സലഫി അടക്കമുള്ളവർ ഒരു കൊച്ചു സംഘം ദ്വീപിന്റെ മണ്ണിലേക്ക് ചെന്ന് അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ പടച്ചവന്റെ ഒരു കൊച്ചു ഭവനം കീഴ്ത്താൻ ദ്വീപിന്റെ മണ്ണിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഔദ്യോഗികമായി PN അബ്ദുൽ ലത്തീഫ് മദനി എന്ന് പറയുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് തുറന്നു കൊടുത്തപ്പോ അവിടുത്തെ കടപ്പുറത്ത് പഞ്ചായത്തുണ്ടാക്കിയ പ്രത്യേക സ്റ്റേജിൽ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞു, ഇതാ കീഴ്ത്താൻ ദ്വീപിൽ ഒരുപാട് പള്ളികളുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സലഫി പള്ളി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത്. ഇത് അല്ലാഹനെ മാത്രം ആരാധിക്കാനുള്ള പള്ളിയാ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സലഫികളോ മുജാഹിദുകളോ മരിക്കുമ്പോ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ ആ ഖബർസ്ഥാനിൽ ഒരു ഖബറും ഞങ്ങൾ കെട്ടിപ്പൊക്കുകയില്ല, ഒരു ഖബറും ഞങ്ങൾ കുമ്മായമടിച്ച് പൊന്തിക്കുകയില്ല, വൈറ്റ് വാഷ് ചെയ്ത് വെക്കുകയില്ല, ഒരു ഖബറും ഞങ്ങൾ പച്ചപ്പതപ്പെട്ട് മൂടുകയില്ല. ഇത് റബ്ബിന് മാത്രം സുജൂദ് ചെയ്യാനുള്ള പള്ളിയാണ്, അല്ലാഹനെ മാത്രം ആരാധിക്കാനുള്ള പള്ളിയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഈ ആയത്തോതി ദ്വീപിന്റെ മണ്ണിൽ ഉറക്കെ ഞങ്ങൾ തൗഹീദ് പറഞ്ഞു, ഉച്ചസ്ഥരം ഞങ്ങൾ തൗഹീദ് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, എവിടെ ചെന്നാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ റബ്ബിന്റെ വഹ്ദാനിയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മടിയൻ പ്രദേശത്തെ യുവാക്കളോട് നിങ്ങൾ ചോദിക്കൂ, ഉസ്താദിനോട്, പണ്ഡിതന്മാരോട് ചോദിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? എങ്കിൽ എഴുതിയെടുത്ത് പോയി ചോദിക്കു പണ്ഡിതന്മാരോട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിറക്കുന്ന കരങ്ങൾ, അവിടുത്തെ ചുണ്ടുകൾ വിറക്കുകയാണ്, അവിടുത്തെ നെറ്റിത്തടം വിയർത്തു കുളിക്കുകയാണ്, അവിടുന്ന് മരണവെപ്രാളത്തിലാണ്. എന്നിട്ടും ആയിഷ ബീവി ഉമ്മയോട്, നമ്മുടെ ഉമ്മയോട്, അവിടുത്തെ പത്നിയോട് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട് ആയിഷ, അല്ലാഹ് ശപിച്ചിട്ടുണ്ട് ആയിഷ. ആരെ? ലഅനല്ലാഹ്, അല്ലാഹു തആല ശപിച്ചത് ഒന്ന് അൻസാറ എന്ന ടീമിനെ, ഒന്ന് യഹൂദികളെ. എന്താ അവർ ചെയ്ത തെറ്റെന്നറിയുമോ? യഹൂദികളെയും നസാറാക്കളെയും റബ്ബ് ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കിട്ടിയാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കും. ക്രിസ്ത്യാനികൾക്ക് നബിയുടെ ഖബർ കിട്ടിയാൽ, അവർ വിശ്വസിക്കുന്ന പ്രവാചകന്റെ ഖബർ കിട്ടിയാൽ കെട്ടിപ്പൊക്കി അവർ അതൊരു പ്രത്യേക ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. അത് അവരുടെ വിശ്വാസമാണ്. അത് മറിയമിന്റെ സാങ്കല്പിക ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ സാങ്കല്പിക ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്. അതവർക്ക് വെക്കാം, അവരുടെ വിശ്വാസമാണ്. തെറ്റാണെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്, ശരിയാണെന്ന് അവർക്ക് വാദിക്കാം, അത് അവരുടെ അവകാശമാണ്. പക്ഷേ ചിന്തിക്കണേ, ആലോചിക്കണേ, വഫാത്താകുന്ന അന്ന് പോലും മുത്തുനബി ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട് യഹൂദികളെയും നസ്വാറാക്കളെയും. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റും. ഞാൻ ചോദിക്കട്ടെ, ചേറ്റുവ നേർച്ചക്ക് ആനക്ക് മതമിളകി ഒരു പാവപ്പെട്ട മനുഷ്യനെ കുത്തിക്കൊന്നിട്ട് പോലും ആ നേർച്ചയുടെ ഉറൂസ് പരിപാടികൾ അവസാനിപ്പിക്കാൻ ഇവിടുത്തെ മുസ്ലിം കമ്മിറ്റിക്കാരും ഈ ജാറത്തിന്റെ കമ്മിറ്റിക്കാരും തയ്യാറായോ? ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്ത് ഖബറിന്റെ പരിസരത്തേക്ക് ഒരു ആഘോഷത്തിലേക്ക് ആനയെ കൊണ്ടുവരരുത് എന്ന് എവിടെയാണ് ആയത്തുള്ളത് എന്ന് ചോദിച്ച് സക്കാഫിമാർ നാവു നീട്ടി കേരളക്കരയിൽ പ്രസംഗിക്കുകയായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിന്റെ പേരും പറഞ്ഞ് ഒരു മനുഷ്യനെ ആന കുത്തിക്കൊന്നിട്ട് പോലും ഈ നാട്ടിലെ മനുഷ്യരോട്
ഉസ്താദുമാരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് ഖബറിന്റെ മുന്നിലേക്കും ഉത്സവങ്ങളിലേക്കും ആനയെ കൊണ്ടുവരരുത് എന്ന് എവിടെയാണ് ആയത്തുള്ളത് എന്ന് ചോദിച്ച് അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവമാണ് കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന രണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഐദാ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് അല്ലാഹ്. ചോദിച്ചു നോക്ക്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടോ ഇസ്ലാമിൽ എന്ന്? അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന്? ലോകത്തുനിന്ന് വിട പറയുന്നെന്ന് ഞാൻ റസൂല് പറയാ, പടച്ചോനെ എന്റെ ഖബർ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ, ഒരു ഉത്സവ സ്ഥലമാക്കി കൊടുക്കരുത് റബ്ബേ. എന്നിട്ട് ഈ നാടിലൊക്കെ എത്രയെത്ര ഉറൂസുകളാ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അല്ലേ? പട്ടാമ്പി നേർച്ചയില്ലേ, ചേറ്റുമ നേർച്ചയില്ലേ, ഭീമാ ഉമ്മാച്ചയുടെ നേർച്ചയില്ലേ, എത്രയെത്ര നേർച്ചകളാ. ആനക്ക് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ആന പതുക്കെ നിന്നിട്ടുണ്ട്. ആനക്ക് മതമിളകുന്നു, ആനയെ നെറ്റിപ്പട്ടം കെട്ടി കൊണ്ടുവരുന്നു. എന്താ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം? മരണബോധം ഉണ്ടാവുക. ഇത് കാണാൻ വരുന്നവർ എന്ത് കണ്ടിട്ടാ മടങ്ങുക? മരണക്കിണറിൽ കയറുക. എന്നിട്ട് 4 കാറ് 3 ബൈക്ക് ഇങ്ങനെ മരണക്കിണറിൽ വട്ടം കറങ്ങുന്നത് കണ്ടിട്ട് സിയാറത്തും കഴിഞ്ഞ് പോവുക. പോകുമ്പോ കുട്ടികളോട് ചോദിച്ചൊക്കെ പോയിട്ട് മരണബോധം ഉണ്ടായോ? അവന് പറയാനുള്ളത് മരണക്കിണറിലെ കാറിന്റെ എണ്ണമാണ്, പട്ടിയുടെ സർക്കസാണ്, യന്ത്ര ഊഞ്ഞാലിന്റെ കഥയാണ്. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച ആഘോഷം? ആണോ ഇത്? ഖബറിന്റെ പേരും നടത്തി, ഉറൂസ് നടത്തി. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ ആർജവും നിങ്ങളുടെ ശക്തിയും ദീനിനു വേണ്ടി ചെലവഴിക്കേണ്ടതിന് പകരം പടച്ചവൻ ഇഷ്ടപ്പെടാത്ത റൂട്ടിലേക്ക് തിരിച്ചുവിടുമ്പോ ചോദിക്കണം പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരോട്, എവിടെയാണ് ഇതിന് രേഖയുള്ളത്? അള്ളാന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഐദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനം യുഅബദ്, പടച്ചോനെ എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹ്. കണ്ടോ, 2 പ്രാർത്ഥന. നിങ്ങൾ അറബി അറിയുമെങ്കിൽ അറബിയിൽ ചോദിക്ക്, മലയാളം അതിന്റെ ആശയം അറിയുമെങ്കിൽ ഇതുണ്ടോ എന്ന് ചോദിക്ക്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. പടച്ചോനെ എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് റബ്ബേ. എന്റെ ഖബറിനെ പടച്ചവനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്നിട്ട് ഈ പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഈ സമൂഹത്തിനെ പഠിപ്പിക്കണില്ല? എന്തുകൊണ്ട് ഉത്ബുദ്ധരാക്കുന്നില്ല? ഇവിടുത്തെ യുവാക്കളെ വിളിച്ചു ചേർത്തി പറഞ്ഞു കൊടുക്ക്, ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന്. ഇത് നടത്തിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന് എന്ത് ഗുണമാണ് കിട്ടാനുള്ളത്? അള്ളാന്റെ ദീനിന് എന്ത് പ്രയോജനമാണ് കിട്ടാനുള്ളത്? റോഡ് ബ്ലോക്കാക്കി, കുറെ ആളുകൾ കച്ചവടം നടത്തി, കുറെ ആളുകൾ ഇങ്ങനെ കൊട്ടിപ്പാട്ടുകളായി, കുറെ പട്ടിയുടെ സർക്കസ്, കുറെ യന്ത്ര ഊഞ്ഞാലുകള്, കുറെ മരണക്കിണറുകള്, അതൊക്കെ നടത്താൻ ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. അതൊക്കെ പലതിന്റെയും പേരിൽ, പാട്ടിന്റെ പേരിലും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിലും അല്ലാത്ത ക്ലബിന്റെ പേരിലൊക്കെ നടക്കുന്നുണ്ട്. ദീനിന്റെ പേരിൽ ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആഘോഷ തിമിർപ്പ് നടത്താൻ അള്ളാഹുവിന്റെ ദീനിൽ എവിടെയാണ് രേഖ? എവിടെയാണ് പ്രമാണമുള്ളത്? ഏതായത്തിന്റെ അടിസ്ഥാനത്തില, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തില, ഏത് പണ്ഡിതന്മാരുടെ ഖൗലിന്റെ അടിസ്ഥാനത്തില ഇത് കാട്ടിക്കൂട്ടുന്നത്? എന്നിട്ട് ഇതൊക്കെ ദീനാണെന്ന് പറയുന്നു. ആണും പെണ്ണും ഇടകലരുന്നു, ഒരു പ്രശ്നമില്ല. പള്ളിക്ക് ഭർത്താവിന്റെ കൂടെ ജുമാ ഖുത്ബ കേൾക്കാൻ വേറെ റൂമിൽ, അവർക്ക് ഒന്നു കൊടുക്കാൻ വേറെ സ്ഥലം, അവർക്ക് കയറാൻ വേറെ വഴി, അവർക്ക് പള്ളിയിൽ വേറെ റൂം, എന്നിട്ട് അവിടേക്ക് പോകാൻ പാടില്ല, ഫിത്നയാണ്. എന്നാലോ മടിയനങ്ങാടിയിലേക്ക് ഈ നാട്ടിലെ സ്ത്രീ വരും, ഓട്ടോറിക്ഷയിൽ പോകും, അവർ കോളേജിൽ പോവോ, പഠിക്കും, അല്ലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കോ, എല്ലാ സ്ഥലത്തേക്കും പറഞ്ഞേക്കും. നബിദിന റാലി കാണുമ്പോ ഓടി ഇറങ്ങോ റോട്ടിക്ക്? സാധാരണ വീട്ടിലിടുന്ന മാക്സി ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങും. പക്ഷെ പള്ളിക്ക് ഭർത്താവിന്റെ കൂടെ പോകാൻ പാടില്ല, അവിടെ ഫിത്തിന. ആര് പഠിപ്പിച്ച ദീനാണിത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുബഹി നമസ്കാരത്തിൽ പോലും ജമാഅത്തിന് അവിടുത്തെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ വന്നതിന് ഹദീസിൽ പ്രമാണങ്ങളുണ്ട്, രേഖയുണ്ട്. 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല 50 അല്ല, ധാരാളം ഹദീസുകൾ. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് പള്ളി തറയിടുമ്പോ, പള്ളിക്ക് കുറ്റിയടിക്കുമ്പോ വെച്ച വയലിൽ അവിടെ മാല ചോദിച്ചു വാങ്ങും, അവിടെ മോതിരം ചോദിച്ചു വാങ്ങും, അവിടെ കാൽവള ചോദിച്ചു വാങ്ങും, അവിടെ പാദസരം ചോദിച്ചു വാങ്ങും, കരഞ്ഞു പ്രസംഗിച്ചു വാങ്ങും. എന്നിട്ട് അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കുന്ന പള്ളിയിൽ അവർക്ക് കയറി സുജൂദ് ചെയ്യാൻ പാടില്ല. ഉദ്ഘാടനത്തിന് മുമ്പ് വന്ന് കണ്ടുപോയിക്കോളണം, എന്നിട്ടൊരു ശുദ്ധികലശം നടത്തണം, പിന്നെ നിങ്ങൾക്ക് പ്രവേശനമില്ല. ഇതെവിടുത്തെ ദീന?
നിർബന്ധമായ ഒരു സ്ത്രീയെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങളാരും ഭാഷയിൽ പറയുന്നില്ല. പക്ഷേ ദീനായി മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അവർക്ക് പറ്റുമോ പോകാൻ? അവർ ആവശ്യപ്പെടുന്നുണ്ടോ പോകണമെന്ന്? തടയരുത് എന്ന് ഇസ്ലാമിന്റെ വിധിയാണ്. ഏതു സ്ഥലത്തും സലഫികളെടുത്ത നിലപാട്, മുൻഗാമികളെടുത്ത നിലപാടാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പാകെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ വെച്ചാണ് ഞാനും നിങ്ങളും കളിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം ഓരോ പണ്ഡിതന്മാർക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖബർ കെട്ടിപ്പൊക്കരുത് എന്നൊരു ഹദീസിലുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറയാം. നഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അയ്യുജസ്സൽ ഖബറു, ഖബർ നിങ്ങൾ കുമ്മായമടിക്കരുത്, വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. നീ വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ഒന്ന് അയ്യുജസ്സൽ ഖബറു, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്. സെലഫികൾ ഒരൊറ്റ ഖബറിന്റെ മേലും സിമന്റ് കൊണ്ട് തേച്ചു മിനിക്കാറില്ല. രണ്ട്, വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. ഒരൊറ്റ സലഫികളും ഖബർ കെട്ടിപ്പടുക്കാറില്ല. മൂന്ന്, വഅയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. ഒരൊറ്റ സലഫികളും ഒരൊറ്റ മുജാഹിദ് പള്ളിയുടെ ഖബർസ്ഥാനിലും ഞങ്ങൾ ഒരൊറ്റ ഖബറും ഇല്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ മുകളിൽ ഞങ്ങൾ കയറിയിരിക്കാറില്ല. കുറ്റിപ്പുര കെട്ടി ഖുർആൻ ഓതാൻ ഇരിക്കാറില്ല. നാല്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ വഅയ്യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കുക, അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്ത ടീമായിട്ടാ മുജാഹിദുകളെ നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്? ഞാൻ ചോദിക്കുന്നു, അള്ളാന്റെ റസൂൽ പറഞ്ഞ ഈ 4 കാര്യം അനുസരിക്കുന്നവരാരാ? അല്ലെങ്കിൽ പറയണം അങ്ങനെ ഒരു ഹദീസിലില്ല എന്ന്. ഹദീസിലുണ്ട് ഈ 4 കാര്യവും. ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ മേലെ കയറിയിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ മേലെ സിമന്റ് കുമ്മായമ പൂശരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ മേലെ എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4ഉം ചെയ്യാതെ മാറി നിൽക്കുന്നവരാണോ മുത്തുനബിയോട് സ്നേഹമുള്ളവർ? പറഞ്ഞത് കേൾക്കാതെ ഇത് 4ഉം ചെയ്യുന്നവരാണോ നബിയോട് ഇഷ്ടമുള്ളവർ? പറയൂ നിങ്ങൾ. സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചെയ്യരുതെന്ന് പറയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടാ ചെയ്യരുത് എന്ന് പറഞ്ഞു ചെയ്യാ. ബാപ്പ പറഞ്ഞു ഇന്നത് ചെയ്യണം, ചെയ്യൂല. ഇന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകരുത്, അങ്ങോട്ട് പോകും. ഇന്നത് കുടിക്കരുത്, കുടിക്കും. എന്നിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് വാപ്പാൻ എനിക്ക് ഇഷ്ടാന്ന് പറയാ. അള്ളാന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യ. അതാ സ്നേഹം, അതാ ഇഷ്ടം, അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബ്ബത്ത്. ഇത് 4 കാര്യം വിലക്കിയതാ. ഈ 4 കാര്യവും ചെയ്യ. നിങ്ങളൊന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്ക്. ഖബർ കെട്ടിപ്പൊക്കാൻ പറഞ്ഞ ഒരൊറ്റ സ്വഹീഹായ ഹദീസ് ഇവിടുത്തെ ആളുകൾ കേൾക്കട്ടെ, ഈ മടിയൻ പ്രദേശത്തെ ആളുകൾ കേൾക്കട്ടെ. ഖബർ കെട്ടിപ്പൊക്കി പടുത്ത് പച്ചപ്പതപ്പിട്ട് മൂടാൻ പറയുന്ന ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം നിങ്ങളൊന്ന് സമൂഹത്തെ കേൾപ്പിക്ക്. സ്വഹീഹായ ഹദീസ്, വാറോല പറ്റൂല, ഹദീസ് വേണം. സ്വഹീഹായ കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കണം. അങ്ങനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഖബർ കെട്ടിപ്പടുക്കരുതെന്നാ. ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ സ്ഥല, അവിടെ മണ്ണിനടിയിലേക്ക് പിന്നെ കല്ല് കെട്ടുന്നതിനെ കുറിച്ചല്ല ഈ ചർച്ച. ഖബർ, നബിയുടെ ഖബർ എത്ര ഉയരാനുള്ളത്? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി ഉംറക്ക് പോയി, യാത്ര പോയി, സിയാറത്തിന് പോയി, നബിയുടെ ഖബർ അടുത്ത് പോയി നിന്ന് ഞാൻ നോക്കി, ഞാൻ കണ്ടു. ആ മമ്പറത്തൊക്കെ പോയതുപോലെ, ഏർവാടി പോയതുപോലെ, നാഗൂറിൽ പോയതുപോലെ, അജ്മീറിൽ പോയതുപോലെ കെട്ടിപ്പടുത്ത് വലിയൊരു ജാറാണ്. ഗിന്നസ് ബുക്കിൽ അവാർഡ് ഇട്ടണ്ട നുണ പറയണ്ട. കാണാൻ പറ്റിയ നിലയിലല്ല, ആര് പോയാലും കാണുകയില്ല. കാണാൻ പറ്റിയ നിലയിലല്ല ഉള്ളത്. അവിടെ 20-30 കൊല്ലമായി ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്. അവരോട് ചോദിച്ചു നോക്കി, സമയം കിട്ടുമ്പോ നിങ്ങൾ നബിയുടെ ഖബർ കണ്ടോന്ന്? കണ്ടിട്ടില്ല. കാണാൻ പറ്റിയ നിലയിലല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ് മുത്തുനബിയുടെ ഖബർ ഉള്ളത്. പിന്നെ ആരാ കണ്ടത്? സ്വഹാബികൾ കണ്ടു. അവർ എഴുതി വെച്ചത് എന്താ? ജാബിർ റളിയല്ലാഹു പറയാ, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർന്നിട്ടുണ്ട്. മിനൽ അർളി, നിലത്തു നിന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം, ഒരു ചാണോളം. ഇത് ഹദീസിലുണ്ട്, ഇത് കിതാബിലുണ്ട്. സഹാബികൾ പറഞ്ഞതാ. റുഫിഅ ഖബറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. അതാ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലാതെ ഒരു ജാറം ഉണ്ടാക്കാനുള്ള പൈസ സെലഫികളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല. ഇന്നത്തെ പരിപാടിയുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന് കൊടുക്കുന്ന വാടക പോലും വേണ്ട ഒരു ജാർ ഉണ്ടാക്കാൻ. എന്നും വരുമാന.
അല്ലെ? ടാക്സ് പോലും അടക്കണ്ട, ഗവൺമെന്റിന്റെ ചെക്കിംഗ് ഇല്ല, സുഖമായിട്ട് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ എന്താ ചെയ്യാത്തത്? ഒരു 10 ചെങ്കല്ല് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു ചാക്ക് സിമന്റ് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല, ഒരു ഗുഡ്സ് മണല് വാങ്ങാൻ, മണ്ണ് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഖബർ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ കുമ്മായം അടിക്കരുത്, ഖബറിന്റെ മേലെ കരിയിരിക്കരുത്, ഖബറിന്റെ മേലെ എഴുതരുത്. അവിടുന്ന് പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ പ്രമാണം വെച്ച് മുസ്ലിം ലോകത്തിനോട് നിങ്ങൾ പറയൂ, നിങ്ങൾ ചെയ്യുന്നതിന്റെ തെളിവ്. ഒരാൾ മരിച്ചാൽ കണ്ണൂക്ക് നടത്താൻ രേഖ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ, രേഖയിലുണ്ടോ? പറഞ്ഞു കൊടുക്കൂ ഈ സമൂഹത്തിന്റെ മുമ്പാകെ. വാപ്പാന്റെ കണ്ണ് കൊഴിഞ്ഞു ചാടുന്ന ദിവസം നാട്ടുകാരെയും പള്ളിയിൽ ദർസിലോതുന്ന കുട്ടികളെയും കാളിയെയും വിളിച്ചിട്ട് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കൊടുത്ത് വാപ്പാന്റെ മരണത്തിന്റെ 3ാമത്തെ ദിവസം ആഘോഷമാക്കാൻ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. അതിനെന്തിനാ മട്ടൻ ബിരിയാണി? പ്രാർത്ഥിച്ചു പോയിക്കോട്ടെ. അതിനെന്തിനാ ചിക്കൻ ബിരിയാണി? അല്ലേ? പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് കണ്ണൂക്കിന്റെ പേരിട്ട് 3ാമത്തെ ദിവസം നടത്തുന്ന ഈ കണ്ണൂക്ക് എന്ന ആചാരത്തിന് ഇസ്ലാമിൽ എവിടെയാണ് രേഖയുള്ളത്? എവിടെ? 40-ന്, അതുപോലെ തന്നെ ആണ്ടിന് എവിടെയാണ് രേഖയുള്ളത്? പ്രിയപ്പെട്ടവരെ, പ്രമാണം വെച്ച് പഠിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അധികപ്പറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയാണ്. ആരെയും ഭയപ്പെട്ടിട്ടല്ല. ഇത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ദഅവത്ത, ഏതെങ്കിലും സമൂഹത്തെ തോൽപ്പിക്കാനുള്ളതല്ല, ആരുടെ മുമ്പിലും ജയിച്ചു കാണാനല്ല, ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് ഉയർന്നു നിൽക്കാനല്ല. ഇത് സത്യമാണ്. ഈ സത്യം ആളുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന സങ്കടം കൊണ്ടാണ് ചില വാക്കുകൾ ഞങ്ങൾ അതിരൂക്ഷമായി പ്രയോഗിക്കുന്നത്. എന്നിട്ടെങ്കിലും ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ടെങ്കിലും ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ നാടിന്റെ പരിസര പ്രദേശങ്ങളിൽ മുസ്ലിം യുവാക്കളെ ലഹരിയുടെ മായാലോകത്തിലേക്ക് പുതിയ തലമുറ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? MDMA പോലെയുള്ള മാരകമായ ലഹരി നമ്മുടെയൊക്കെ നാടിന്റെ പ്രദേശത്ത് പടർന്ന് പിടിക്കുകയാണ്. അതുകൊണ്ട് യുവാക്കളോട് ജാഗ്രത പാലിക്കാൻ പറയണം. 8ലും 9ലും 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്നിന്റെ മാഫിയ സംഘങ്ങളിൽ നീരാളി കൈകളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അരുത് എന്ന് പറയണം. ഇവിടുത്തെ മോശപ്പെട്ട സ്വഭാവത്തിലേക്ക്, വ്യഭിചാരത്തിന്റെ മായാലോകത്തേക്ക് പുതിയ തലമുറ നടന്നു പോകുന്നുണ്ട്. അവരെ നിങ്ങൾ കൈക്ക് പിടിക്കണം. തെറ്റിലേക്ക് പോകുന്നത് കണ്ടാൽ തിരുത്തണം. എവിടെയൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളോട് രാജി പറയാൻ നമ്മുടെ മക്കളോട് പറയണം. ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് സർവശക്തനായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരു കൊച്ചു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിനുവേണ്ടി പാടുപെട്ട് പണിയെടുത്ത പ്രവർത്തകന്മാർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തെറ്റ് തെറ്റായി, ശരി ശരിയായി തിരിച്ചറിയാനും വായിക്കാനുമുള്ള ബുദ്ധി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കിൽ എവിടെയെങ്കിലും അല്ലാഹുവേ അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശിച്ചതല്ലാത്ത വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി വായിക്കാനുള്ള മനസ്സ് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.